ഇന്ന് കുറച്ച് പോർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പോർക്ക് വരട്ടിയതായാലോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത പോർക്കാണ് കേട്ടോ ഇത്. തിളപ്പിച്ച പോർക്ക് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഒരു കുക്കറിലിട്ടിട്ട് വേവിക്കണം. അതിനായിട്ട് 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 സ്പൂണ് ഉപ്പ്, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല. എന്നിട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. ഞാൻ അതിലേക്ക് ഒരല്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, വേണ്ടവർ മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി വഴറ്റുക, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായി വഴറ്റുക കേട്ടോ. നന്നായി വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമ്മുടെ പോർക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ടും കിട്ടുകയുള്ളൂ. എന്നിട്ട് നന്നായി ഇളക്കുക. അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ ഇടണം. നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരല്പം കൂടെ ഇടണം. ഒരല്പം ഗരം മസാല, കുറച്ച് കറിവേപ്പിലയും കൂടി. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ പച്ച തേങ്ങ എടുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോർക്ക് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.